ഹലോ ഫ്രണ്ട്സ്, 2024 മാത്രം ഇന്ത്യക്കാർക്ക് UK നൽകിയത് 81,463 വർക്ക് വിസകളാണ്. അതായത് UK ഇഷ്യൂ ചെയ്തതിൽ 22% വർക്ക് വിസകൾ നൽകിയത് ഇന്ത്യക്കാർക്കാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം UK NHS ഹോസ്പിറ്റലിലേക്കൊക്കെ വരുന്ന സ്റ്റാഫ് നഴ്സ്, ഡോക്ടേഴ്സ്, മറ്റ് അനുബന്ധ ജോലിക്കാരെ UK ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്തത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UKയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ UKയിലേക്ക് ഇനിയിപ്പോൾ വരാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും UKയിൽ ഇപ്പോഴും കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ് ഇപ്പോഴും വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ ഇവിടെ വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഇവിടെ വരുന്ന കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പം നമ്മൾ നെഗറ്റീവ് വാർത്തകൾ വരുമ്പോൾ നമ്മൾ അങ്ങനെ അത് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. കാരണം ഇവിടെ വരുന്ന കുറേ വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴ് നമ്മളെ സംബന്ധിച്ചിടത്തോളം UKയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. നമുക്കറിയാം UKയിൽ എത്തിയിട്ടുള്ള ഈ ഒരു T2 വിസയൊക്കെ കിട്ടി വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് NHS ഹോസ്പിറ്റലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം, നമ്മൾ ജോലിയിലൊക്കെ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മൾ സിക്ക് ലീവ് വിളിക്കുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ്. കാരണം ഇപ്പം നമുക്ക് ഒരു ദിവസം അവധി വേണം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ദിവസം ഒന്ന് പോകണം, അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ വിളിച്ചിട്ട് ഞാനിന്ന് സിക്കാണ്, എനിക്ക് പനിയാണ്, അല്ലെങ്കിൽ എനിക്ക് തലവേദനയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ സിക്ക് ലീവുകൾ എടുക്കാറുണ്ട്. പക്ഷേ NHS ഹോസ്പിറ്റൽ അതൊന്നും വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്യാറില്ല. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർക്ക് അസുഖമാണ്, അങ്ങനെ പേരൻറ്റ് ലീവ്, അല്ലെങ്കിൽ ചൈൽഡ് കെയർ ലീവുകൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വിരുന്ന് പോകാനായിട്ട് ഇതേപോലെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ധാരാളം ലീവുകളൊക്കെ നമ്മൾ അടിച്ചു മാറ്റിയിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പ്രത്യേകിച്ച് NHS ഹോസ്പിറ്റലിൽ അതിൻ്റെ പുറകെ വന്നിട്ട് നീ അവിടെ തന്നെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിനക്ക് സിക്കായിരുന്നോ, ഇതൊന്നും ചോദിക്കാറില്ല. പലപ്പോഴും നമുക്കറിയാം സിക്ക് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫാമിലിയായിട്ടൊക്കെ താമസിക്കണം, ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയ്യാതെ വരും, അല്ലെങ്കിൽ ഹസ്ബൻഡൊന്ന് വയ്യാതെ വരുമ്പോൾ നമ്മൾ NHS ഹോസ്പിറ്റലിലാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് സിക്ക് വിളിക്കും. കാരണം മറ്റുള്ളവരിപ്പോൾ പല കമ്പനികളിലോ അതുപോലെയുള്ള പ്രൈവറ്റൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് സിക്ക് വിളിക്കാൻ പാടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ്, നമ്മളങ്ങ് സിക്ക് വിളിക്കും, നമ്മളെ അത് വലിയ രീതിയിൽ ബാധിക്കത്തില്ല. പക്ഷെങ്കിൽ 2025 ആകുമ്പോഴേക്കും സർവ്വ കഥകളും മാറുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോഴും പുറത്ത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടതാണ്. UKയിലെ PR 10 വർഷമാക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത. 10 വർഷം PR ആക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. PR ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷെങ്കിൽ കറൻ്റ്ലി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും വരുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെറിയ ഇതേപോലെയുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വർക്ക് പെർമിറ്റ് ക്യാൻസലാക്കും, അല്ലെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്നും ടെർമിനേറ്റ് ചെയ്യും എന്നാണ്. കാരണം നമുക്കറിയാം ഈ ഒരു 2 കാര്യങ്ങൾ ഇപ്പോഴേ പുറത്ത് വന്നിരിക്കുന്നത്. ഒന്ന് ഓക്സ്ഫോർഡിൽ നിന്നും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്നത് ലെസ്റ്ററിൽ നിന്നുമാണ് 2 ന്യൂസുകൾ വന്നിരിക്കുന്നത്. ലെസ്റ്റർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മലയാളി നേഴ്സ്, ആ നേഴ്സിൻ്റെ ഹസ്ബൻഡിന് വയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ അവർ നാട്ടിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയി. അങ്ങനെ ആ ഒരു ഹസ്ബൻഡിനെ അനുഗമിച്ചുകൊണ്ട് ഈ വൈഫായിട്ടുള്ള നേഴ്സും നാട്ടിലേക്ക് ഈ ഒരു ചികിത്സാർത്ഥം പോയി. പക്ഷെങ്കിൽ അവർ തിരിച്ചു വന്നപ്പോഴേക്കും അവർക്ക് ടെർമിനേഷൻ ലെറ്റർ ആ ഹോസ്പിറ്റലിൽ അടിച്ചു കൊടുത്തു എന്നുള്ളൊരു വാർത്തയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടില്ല. കാരണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം ഹോസ്പിറ്റലിൽ തന്നെ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ വാർഡിൽ നമ്മുടെ മാനേജർ തന്നെ നമ്മളോട് പറയും, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാം ഭംഗിയായിട്ട് ചികിത്സിച്ചിട്ടൊക്കെ തിരിച്ചു വരും, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ടേക്ക് കെയർ ചെയ്യുന്നതൊക്കെയാണ് സർവ്വസാധാരണമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ ഒരു സമയത്ത് ഓരോ ദിവസവും വരുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഓക്സ്ഫോർഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ജോലിക്ക് കയറിയ ഒരാൾ, ഒരു പ്രൊഫഷണൽ പീരീഡിലായിരുന്ന ഒരു മലയാളി നേഴ്സ്, അവർക്ക് എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖം ഉണ്ടെന്ന് അവർ ഹോസ്പിറ്റലിനെ അറിയിച്ചു. അപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ടെർമിനേഷനായിട്ട് ഞങ്ങൾ പോസ്റ്റിൽ അയക്കാൻ പോവുകയാണ്, അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല എന്നാണ് ഇപ്പോഴീ NHS ഹോസ്പിറ്റലുകൾ പറയുന്നത്. ഇതിൻ്റെ എല്ലാം ചുവട് പിടിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ UKയിൽ നടന്ന കൗൺസിൽ ഇലക്ഷൻ. ഈ ഒരു കൗൺസിൽ ഇലക്ഷനിൽ റിഫോം പാർട്ടി, തീവ്ര വലതുപക്ഷ പാർട്ടികളായ റിഫോം പാർട്ടി 1600 കൗൺസിൽ സീറ്റുകളിൽ
177 നേടി വൻ വിജയം ഇപ്പോൾ നേടിക്കണം. യുകെയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് ഇമിഗ്രേഷൻ കൂടുന്നു എന്നുള്ളതാണ്. പക്ഷേങ്കിൽ ഇവിടുത്തെ ലേബർ സർക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ യുകെയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ അവർക്ക് അക്കോമഡേഷനും അതുപോലെ തന്നെ അവർക്ക് മില്യൺ കണക്കിന് പൗണ്ട് ചെലവാക്കിക്കൊണ്ട് അവർക്ക് സഹായിക്കാനായിട്ട് അവരെ ഇവിടെ തീറ്റിപ്പോറ്റുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ കഴിഞ്ഞു. അത് യുകെയിലെ ബ്രിട്ടീഷുകാർക്കോ അല്ലെങ്കിൽ യുകെയിലേക്ക് വന്ന നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാർക്ക് പോലും അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് റിഫോം പാർട്ടിക്ക് ഇപ്പോഴേ എല്ലാവരും വോട്ട് കൊടുത്ത് അവരെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഇപ്പോൾ വിജയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിജയം നേടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ലേബർ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കൺസർവേറ്റീവ് കക്ഷികൾക്കും അവർ ഇപ്പോഴേ പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. കാരണം അവരിനി ഇപ്പോഴ് ഈ ഒരു കുടിയേറ്റത്തിന് എതിരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവർ ഇങ്ങനെ ഉയർത്തി കാണിച്ച് കഴിയുമ്പോൾ ജനങ്ങൾക്കിടയിൽ അവരൊരു വിശ്വാസം ഉണ്ടാക്കാനായിട്ടാണ് അവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് PR കിട്ടുന്നത് 5 വർഷമാണ്. ഇപ്പോഴും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. പക്ഷേങ്കിൽ 10 വർഷമാക്കും എന്നുള്ളതിന് വലിയ രീതിയിൽ ഇപ്പോൾ പ്രചരണവും കാര്യങ്ങളുമൊക്കെ നടക്കുന്നു. ഈ ഒരു അടുത്ത ആഴ്ചയോടുകൂടി അതിൻ്റെ ഒരു കൺഫർമേഷൻ വരും. മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ നമുക്കറിയാം കൺസർവേറ്റീവ് കക്ഷികളാണെന്നുണ്ടെങ്കിലും ഈ ഒരു ലേബർ പാർട്ടിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു 10 വർഷത്തെ പിന്താങ്ങുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം ഇപ്പോഴേ കറൻ്റ്ലി യുകെയിലുള്ളവരെ ഇത് ബാധിക്കുമോ, അതല്ല ഇനിയിപ്പോഴേ ഈ ഒരു നിയമം വന്നതിന് ശേഷം യുകെയിലേക്ക് വരുന്ന ആൾക്കാരെയാണ് ഇനി ബാധിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള കൺഫ്യൂഷനുകളൊക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതൊക്കെ നമുക്ക് മറക്കാം. നമ്മൾ PR 5 വർഷം അല്ലെങ്കിൽ 5 വർഷം എന്നുള്ളത് 10 വർഷം ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേങ്കിൽ കറൻ്റ്ലി ഇപ്പോഴും ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സമാധാനമായിട്ടൊരു ജോലി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് UK മാറിയിരിക്കുന്നു എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത്. നമ്മളറിയാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ NHS ഹോസ്പിറ്റലുകൾ പല സ്റ്റാഫിനെയും അവർ ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലൊക്കെ ലീഗലായിട്ട് നേഴ്സിംഗ് പഠിച്ചു പാസ്സായി IELTS OET ഒക്കെ പാസ്സായി OSCE ഒക്കെ ചെയ്ത് CBT ഒക്കെ പാസ്സായി ലീഗലായിട്ട് വന്ന് NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ തെറ്റുകൾ കാണിക്കുമ്പോൾ അവർക്ക് ടെർമിനേഷൻ ലെറ്റർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സന്ദർഭത്തിനെ നമ്മൾ വലിയ രീതിയിൽ പേടിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് UK-യിൽ ജോലി ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇനിയിപ്പോഴും UK-യിലേക്ക് ഒരു വർക്ക് പെർമിറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ വലിയ ഫ്ലുവൻസിയൊക്കെയാണ് ഇപ്പോഴവർ പുതിയതായിട്ട് വരുത്തിരിക്കുന്ന വാർത്തകൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നാളും GCC ലെവലിൽ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ഒരാൾക്ക് ഇനിയിപ്പോഴേ A ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന ഒരാൾക്ക് മാത്രമേ അവർ വർക്ക് പെർമിറ്റ് കൊടുക്കൂ എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോഴേ വന്നിട്ടുണ്ട്. കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പ്രധാനമന്ത്രിയായിരുന്ന നമ്മളെ ഋഷി സുനകിന് മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസനെ ലീഡറായിട്ട് വീണ്ടും കൊണ്ടുവരാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കാരണം ഈ ഒരു കൺസർവേറ്റീവ് പാർട്ടികളുടെ നേരത്തെയുള്ള ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ജനപിന്തുണ തിരിച്ച് അവർക്ക് ആർജിക്കണം എന്നുണ്ടെങ്കിൽ ബോറിസ് ജോൺസനെ പോലുള്ള ഒരു ലീഡറെ ആ ഒരു സ്ഥാനത്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ അവർക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കൺസർവേറ്റീവ് പാർട്ടികൾ ബോറിസ് ജോൺസനെ ലീഡറായിട്ട് വീണ്ടും കൊണ്ടുവരാൻ അവരെ പ്ലാൻ ഇടുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോഴേ പുറത്തു വരുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ 10 വർഷത്തെയോ അല്ലെങ്കിൽ 5 വർഷത്തെയോ PR എന്നുള്ളത് കുറച്ചുകൂടി ദൂരെയുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളിപ്പോൾ വർക്ക് പെർമിറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം നമ്മളുടെ വർക്ക് പെർമിറ്റിനാണ് നിങ്ങൾ ആദ്യം പരിഗണന നൽകേണ്ടത്. കാരണം നമുക്ക് വർക്ക് പെർമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ ജോലി ചെയ്യുന്ന വർക്ക് പെർമിറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ റീസെൻ്റായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ നിങ്ങൾ 100% നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ കൊടുക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയൊന്ന് ഒതുങ്ങിയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ 1-2 വർഷങ്ങളൊക്കെ കുറഞ്ഞത് എടുക്കും. അപ്പോൾ ആ ഒരു സമയം വരെയൊക്കെ നമ്മൾ കുറച്ചുകൂടി നമ്മളുടെ ജോലിയിൽ നിങ്ങൾ ആത്മാർത്ഥത ഉണ്ടാക്കുക. എന്തായാലും പുതിയ പുതിയ അപ്ഡേഷനുകൾ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.